Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ Xiaomi 15 ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ആഴ്ച ആയിട്ടുണ്ട് സാധനം വാങ്ങിച്ചിട്ട്. ഞാൻ അത് ഓഫ്ലൈനിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയും ഇത് ആകെ ഒരു വേരിയന്റിൽ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് 12GB 512GB വേരിയന്റ് 3 കളറിലാണ് അവൈലബിൾ ഉള്ളത്. വൈറ്റ്, അതുപോലെ തന്നെ ബ്ലാക്ക്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. നമ്മുടെ അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിയുന്ന പോലെ തന്നെ നമ്മുടെ വൈറ്റ് ആണ്. അപ്പോൾ ഞാനത് യൂസ് തുടങ്ങിയിട്ട് ഞാനത് പ്രൈമറി ഡിവൈസ് ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ സെക്കൻഡറി ആയിട്ട് ഞാൻ അതിൽ എനിക്ക് 2-3 സിം ഉണ്ട്. പക്ഷെ ഞാനൊരു സിം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജിയോ സിമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവറോൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മൾ ആക്ച്വലി ഈ ഫോൺ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. 80785 നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Xiaomi 15 എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ കുറേ വേറെ മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ട് വായിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളൊരു ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് 55-56 ആണ്. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു മിനി ട്രൈപോഡ് നമ്മൾ ഇതിലൂടെ നമ്മുടെ ചാനൽ ത്രൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലൂടെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചതിന് കൂടെ എന്താ വെച്ചാൽ നമുക്കിത് ബ്ലോഗ് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം, മിനി ട്രൈപോഡ് പോലെ. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം. ഇത് എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യാം, സെൽഫി സ്റ്റിക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അതിന് ഓൾമോസ്റ്റ് ഒരു 1800 രൂപയൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനോട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിത്ത് ബ്ലൂടൂത്ത് റിമോട്ടാണ് കണ്ടവരും. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഫുൾ ബോക്സ് ഫുൾ കിറ്റാണ് കേട്ടോ. ഒരു മാസം ഒന്നും ആയിട്ടുള്ള സാധനം, 2-3 ആഴ്ച ആയിട്ടുള്ളൂ, കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രൈമറി ഡിവൈസ് എന്നിട്ടില്ല ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു എക്സ്ട്രാ നമ്മുടെ എന്താ പറയുക, ഇത് ഇതിൻ്റെ റിങ്കേൻ്റെയോ ഇതിൻ്റെ ഒരു കേസും ഉണ്ട് എക്സ്ട്രാ. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഓൾറെഡി ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കേസാണ്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതും എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട് വിത്ത് ടാഗ് ഇടാൻ പറ്റുന്ന മോഡൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എന്തായാലും ഈ കേസ് ഒന്ന് കാണിച്ചു തരാം. വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ 60,000 രൂപയ്ക്ക് നിങ്ങൾ ഈ സാധനം എടുക്കണ്ടേന്നാണ് നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കോമ്പാക്ട് ഫോണാണ്. നമുക്ക് 6.3 ഇഞ്ചിൻ്റെ ഒരു കോമ്പാക്ട് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. കോമ്പാക്ട് ഫോണുകളൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ റേഞ്ചിൽ വേറെ വരുന്ന ഒരു സാധനമാണ് നമ്മുടെ Pixel 9 എന്നൊക്കെ പറയണത്. പിന്നെ S25 ഉണ്ട്. പക്ഷേ ഇതിനായിട്ടും കുറച്ച് പ്രൈസ് കൂടുതൽ. S25 ഒക്കെ കുറച്ച് നല്ല 10,000-12,000 രൂപ കൂടുതലാണ്. പിന്നെ ഇതിന്റെ റേഞ്ചിൽ വരണമെങ്കിൽ പിന്നെ നിങ്ങൾ S24 നോക്കുന്ന വരും. അത് പക്ഷേ കുറച്ച് കാലം പഴയതാണ്. അപ്പോൾ ഇത് ഒരു കോമ്പാക്ട് ഫോൺ വിത്ത് 5200 സംതിങ് mAh ബാറ്ററിയാണ് വരുന്നത്. ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 5200-5300 മെഡലായിട്ട് വരുന്ന mAh ബാറ്ററിയാണ് വരുന്നത്. വെച്ചാൽ ഈ ഒരു നിങ്ങൾ Xiaomi 14 നമ്മൾ ഓൾറെഡി Xiaomi 14 വീഡിയോ ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം വെയിറ്റിലും സെയിം സൈസിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് നമുക്ക് അതിന്റെ എന്താ പറയുക ബാറ്ററി കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അത് സിലിക്കോൺ കാർബൺ ബാറ്ററി ടെക്നോളജി വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 to 7 hours സ്ക്രീൻ ഓൺ ടൈം കാണാനൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ചാർജറും ഒക്കെ നമുക്ക് ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബോക്സിന്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാൻ കണ്ടോ. ഇതാണ് നമ്മുടെ അതിന്റെ ബോക്സ് വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ സംഭവമൊക്കെയാണ്. വാറന്റി ഒക്കെ രജിസ്റ്റേർഡ് ആണ് കേട്ടോ. അത് ഓഫ്ലൈൻ ഞാൻ വാങ്ങിച്ചാണ്. അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രാച്ചോ ഒരു സംഭവമില്ല കേട്ടോ. ഫ്രഷ് പീസാണ്. നമ്മൾ നോർമലി ഇപ്പം എൻ്റെ 7 മാസമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ S23 എടുത്ത് നോക്കിയാലും ഒരു സ്ക്രാച്ച് സംഭവം കാണാൻ പറ്റില്ല. എനിക്ക് കുറച്ച് ഗാഡ്ജറ്റ് ബ്രാൻഡ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറേ എണ്ണം വാങ്ങിക്കുന്നു ഗാഡ്ജറ്റും. അതുപോലെ തന്നെ ഇതുപോലെ വാച്ചുകൾ, എനിക്ക് കാസിയോ G-Shock വാച്ചുകളൊക്കെ കുറച്ച് ബ്രാൻഡ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കളക്ഷൻ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയാം. ഞാൻ സ്പെക്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് സ്പെക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ക്യാമറ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ക്യാമറ സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി നമ്മുടെ 3ാം ചാനലിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടുണ്ടെന്ന് കാണാത്തവർ പോയി കണ്ടു കേട്ടോ. GHH വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി ഇതിൻ്റെ ഈ ചാനലിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ക്യാമറ ഫോണായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയൊരു ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറയിൽ ചെറിയൊരു ബഗ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ട്. സെൽഫി ക്യാമറ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ചില സമയത്ത് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ഗ്രെയിൻസും അതുപോലെ തന്നെ അത് ശരിക്കും ബഗ്ഗാണ് ഇതിൻ്റെ. അത് ആക്ച്വലി അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ത്രൂ ഫിക്സ് ചെയ്തോളും ലേറ്റസ്റ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇതിപ്പോൾ കിടക്കുന്നത് മാർച്ച് അപ്ഡേറ്റിലാണ്, Android 15 കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ജൂണിൽ തന്നെ ഇപ്പം എൻ്റെ പിക്സലിലൊക്കെ നമുക്ക് ഓൾറെഡി Android 16 ബീറ്റ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ യൂസർ എക്സ്പീരിയൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്നാപ്ഡ്രാഗൺ 888 പ്രൊസറാണ് വരുന്നത്. ഇത് നമ്മളൊരു സ്പോണ്ടേനിയസ് റിവ്യൂ ആണ് പറയുന്നത്. നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് എല്ലാം എഴുതി വെച്ചിട്ട് അങ്ങനെ സംഭവം എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്.
എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി സ്മാർട്ട് ഫോണിക് ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അത് നോർമലി നമ്മൾ ലൈവായിട്ട് നമ്മൾ ലൈവ് പറയില്ലേ, അതേപോലെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കത് പ്ലാൻഡ് ആയിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. മറ്റേ പ്ലാനായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് അതേപോലെ കാണപ്പെടാൻ പഠിച്ച് പറഞ്ഞാൽ മതി. ഇത് ശരിക്കും ആക്ച്വലി ഒരു ഹോണസ്റ്റ് റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ നോർമലി എല്ലാം അങ്ങനെ തന്നെ ചെയ്യാറ്, വേറെ കാര്യം. അപ്പോൾ ഇതിന്റെ UI എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഹൈപ്പർ വോയിസ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയുക, ആപ്പിളിന്റെ കോപ്പി അടിച്ചിരിക്കുന്ന പോലെ സംഭവിക്കുകയാണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മേളിലൊക്കെ കാണുമ്പോൾ അറിയണ്ടായിരിക്കും. ഞാൻ അതിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഒന്ന് കുറയ്ക്കാം കണ്ടോ. അപ്പോൾ ഇത് UI സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ വിവോ ഫൺ ടച്ച് വോയിസ് യൂസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ IQ ഒക്കെ യൂസ് ചെയ്തൊക്കെ ഒരാളൊക്കെ ആണെങ്കിൽ ഷോമി ഉപയോഗിച്ച് റെഡ്മി ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് വലിയ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യില്ല. പക്ഷേ ഇവരുടെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന അതേ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് സോഫ്റ്റ്വെയർ സൈഡിൽ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് വെച്ചാൽ ഇതിൽ ആഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ മേളിലൊക്കെ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. ഗെറ്റ് ആപ്പ് എത്ര ഓഫ് ചെയ്ത് വെച്ചാലും ആ സാധനത്തിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും, മുകളിൽ വരില്ല എന്ന് മാത്രം. അങ്ങനെ ഇഷ്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അത് ശരിക്കും അവർ ഇതുപോലെ അവരുടെ ഹൈ എൻഡ് സീരീസിൽ അത് നിർത്തേണ്ട ഒരു സംഭവമാണ്. ഇതുവരായിട്ടും ഒരു മാറ്റമില്ല. ഷോമി 14 വാങ്ങിയപ്പോഴും ഇതിപ്പോൾ സംഭവം തന്നെയായിരുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. പണ്ടത്തെ OS വെച്ച് UI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈപ്പർ OS ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്മൂത്തും ആണ്, നല്ല സ്നാപ്പിയും ആണ്. അപ്പോൾ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആനിമേഷനൊക്കെ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മുമ്പത്തെ വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ക്യാമറ ഇന്റർഫേസും ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഭയങ്കര ഫീച്ചർ റിച്ച് ആയിട്ടുണ്ട്. ഫീച്ചർ റിച്ചിനും അതുപോലെ തന്നെ കസ്റ്റമൈസേഷനും കുറവൊന്നുമില്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഇവരുടെ ഈ ഒരു എന്താ പറയുക, ഇതുപോലും ലോക്ക് സ്ക്രീൻ പോലും ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് ഫാസ്റ്റ്, അൾട്രാ ഫാസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അൾട്രാസോണിക് ആണ്, അതുകൊണ്ട് തന്നെ അൾട്രാ ഫാസ്റ്റ് വേണമെങ്കിൽ പറയാം. ഭയങ്കര സ്നാപ്പിയാണ്. ഇപ്പോൾ ക്യാമറ എടുത്താൽ തന്നെ കണ്ടോ, ഓപ്പൺ ആവുന്ന സ്പീഡ് ഉണ്ട് നിങ്ങൾ. അപ്പോൾ ഞാൻ ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇടയിൽ ഞാൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ. ക്യാമറ ഒടുക്കത്ത സൂപ്പറാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറാസ് 3 ഉണ്ടല്ലോ നമ്മുടെ ലൈക്ക വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ ഒരു രക്ഷയില്ലാത്ത ക്യാമറ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്യാമറ, ഇൻക്ലൂഡിങ് ഫോർ വീഡിയോസ് ഓൾസോ. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഗ് ചില സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ എക്സെപ്ഷനലി ഹ്യൂമൻ ഫേസ് ഒക്കെ ആകുമ്പോൾ ചില സമയത്ത് അവർ ഒന്നെങ്കിൽ ഡാർക്ക് ആക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്രഷൻ ആക്കും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്. അത് അവർ അപ്ഡേറ്റ് ത്രൂ ഫിക്സ് ചെയ്യാനുള്ള സംഭവമുള്ളൂ. ഹാർഡ്വെയർ ത്രൂ ഒരു രക്ഷയില്ല, കിടിലൻ. ഫ്രണ്ടിലും സൂപ്പറാണ്, ഹാർഡ്വെയർ ഒക്കെ കിടിലനാണ്. ശരിക്കും സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂ ആണ്. അത് എല്ലാപ്പോഴൊന്നും ഇല്ലട്ടോ, ഒരു 99% സൂപ്പറാണ് സാധനം. 1% ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് വരുന്നുണ്ട് മാത്രം. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് തന്നെ അവരെ എടുത്ത് കാണിച്ചു തരാം. അതല്ലാണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുത്ത ഫോട്ടോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇതാണ് നമ്മൾ ഫ്രണ്ട് എടുത്ത ഫോട്ടോ. ഫ്രണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലൈക്ക് എൻ്റെ ബ്രാൻഡിങ് ഒക്കെ കാണാം. അപ്പം ഞാൻ ഈ സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വ്യത്യാസം. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുന്നതായിരിക്കും. ഇത് ലൈക്ക വരുന്നത് ഫ്രണ്ട് ക്യാമറ ആണ് കേട്ടോ. റിയർ ക്യാമറയാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇതേ സെയിം പോസിൽ തന്നെ നമ്മളിപ്പോൾ ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്യത്യാസമാണ് കണ്ടോ. അതും മോശമൊന്നുമല്ല, പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ മച്ചനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞത്. ഇതിന് ലൈക്ക ബ്രാൻഡിങ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഓൾറെഡി ഇന്നലെ കുറച്ച് നമ്മൾ ഷോബ സിറ്റിയിലൊക്കെ പോയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും സൂമിങ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കൊടുക്കാട്ടെ. ഞാൻ മാക്സിമം ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുത്തേക്കുന്നത്, ഞങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാമല്ലോ. അപ്പോൾ അത് ഞാൻ എന്തായാലും കൊടുക്കാം. പിന്നെ കുറേ വീഡിയോസ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഞാൻ നമ്മുടെ 3ാമത്തെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫുള്ള് കാണാം കേട്ടോ. ബാറ്ററി പെർഫോമൻസും കിടലാണ്. ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ശരിക്കും തോന്നുന്നില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. ഇത് ഗ്ലാസ് ബിൽഡാണെന്നൊന്നും തോന്നുന്നില്ല, പക്ഷെ അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണ് സാധനം. പിടിച്ചു കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് സാധനം കേട്ടോ. കേസ് ഇട്ടാൽ പോലും ഭയങ്കര ലൈറ്റ് വെയിറ്റ്, അതാണ് എടുത്ത് പറയേണ്ട ഒരു സംഭവം. പിന്നെ ക്യാമറ സൂപ്പറാണ്, ബാറ്ററി സൂപ്പറാണ്, ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. ടോപ്പ് നോച്ച് ഡിസ്പ്ലേ, മീഡിയ കൺസൺ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. പിന്നെന്താ നമുക്ക് ചാർജിങ് സൂപ്പറാണ്, ചാർജിങ് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണെന്ന് പറയാനുള്ളത് ആകെ ആ സോഫ്റ്റ്വെയർ മാത്രമേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി തോന്നിയത് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര കുറച്ച് കാലം ഉപയോഗിച്ചിട്ടുള്ള ലോങ് ടേം, പക്ഷെ ലോങ് ടേം ആയാലും ഇഷ്യൂസ് ഒന്നും വരില്ല കേട്ടോ. എന്താ വെച്ചാൽ ഹൈ എൻഡ് സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ്ട്രാ വാറണ്ടി ഒക്കെ വരുടെ വെബ്സൈറ്റ് ത്രൂ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഒരു 1 year എക്സ്ട്രാ വാറണ്ടി വരുമ്പോൾ ഒരു 4000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. താല്പര്യമുള്ളവർക്ക് കൊടുക്കാം. നോർമലി ഇവരുടെ ഇങ്ങനെ ഗ്രീൻലാൻഡ് ഇഷ്യൂ ഒന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കേണ്ട ആവശ്യം തോന്നാറില്ല. ഫ്രണ്ട് ബാക്കൊക്കെ ഉണ്ട്. എനിക്ക് ഈ വൈറ്റ് കളർ എടുക്കാനുള്ള മെയിൻ കാരണം വെച്ചാൽ വൈറ്റ് കളറിന് ഭയങ്കര ഒരു പ്രീമിയം ഫിനിഷ് കാണാം. ഈ സൈഡ് ഫ്രെയിമൊക്കെ സൈഡൊക്കെ മാറ്റ് ഫിനിഷാണ് കേട്ടോ. വൈറ്റും സൈഡിൽ അലൂമിനിയം ഫിനിഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫിനിഷ്. എൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഈ Vivo X200 Proയിൽ ഞാൻ ആ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര എൻ്റെ സാംസങ് ആയാലും അതേ കളറാണ്ടോ. അപ്പോൾ അതിനൊരു ഭയങ്കര ഫിനിഷിങ് ഡിഫറൻസ് ഉണ്ട് പറയുമ്പോൾ. എൻ്റെ പിക്സല് ശരിക്കും വൈറ്റ് എടുത്താൽ മതിയായിരുന്നു. എനിക്കിത് എടുത്തു കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. അപ്പോൾ
എനിക്ക് മുമ്പ് ഞാൻ ഫുള്ള് ബ്ലാക്ക് എടുക്കാറ്, പക്ഷെ ഇപ്പോഴാണ് ഞാൻ റീസെൻ്റ്ലി മാറിയത് കേട്ടോ. അപ്പോൾ സൗണ്ടും നല്ല ക്വാളിറ്റി സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു സൗണ്ട് ആണെങ്കിൽ പറയുമ്പോൾ ചെറിയ ഫോണാണല്ലോ, പിന്നെ ഡോൾമി അറ്റ്മോസ് വരുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ എടുത്ത് പറയാനുള്ള ഒരു സംഭവങ്ങളും ഇല്ലാത്ത സംഭവമൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഭയങ്കര, പിന്നെ ഗെയിമിംഗ് ആയാലും നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാട്ടാ. പക്ഷേ ഹീറ്റിംഗ്, ഗെയിം കളിക്കുമ്പോൾ ചെറുതായിട്ട് ഹീറ്റൊക്കെ ആവുക. എന്ന് വെച്ചാൽ കുട്ടി ഫോണാണ്, കുട്ടി ഫോൺ ആയതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് വരും. പക്ഷെ ഭയങ്കര ഓവർ ഹീറ്റിംഗ് സംഭവമൊന്നും ഇല്ല. അപ്പോൾ ഞാനൊരു കോപ്പി റൈറ്റ് ഫ്രീ മ്യൂസിക് കേൾപ്പിച്ചു തരാം. കോപ്പി റൈറ്റ് അവിടെ പോയി, കോപ്പി റൈറ്റ് NCS എടുക്കാം കേട്ടോ. അതാണ് സൗണ്ട് കേട്ടോ. ഇഷ്യൂസും സംഭവങ്ങളൊന്നുമില്ല. സൗണ്ട് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ലൗഡെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിക്സലിനാട്ടൊക്കെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സൗണ്ട് ലൗഡ്നെസ്സും ഉണ്ട് കേട്ടോ. പിന്നെന്താ നമ്മൾ ഇനി മിസ്സായിക്കുന്നത് എനിക്കൊന്നുമില്ല തോന്നുന്നുണ്ട്. ചാർജിങ് ബോക്സ് സംഭവം എല്ലാം വരുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ഞാൻ കോണായിട്ട് പറയുന്നത് ഈ സംഭവം മാത്രമേ ഉള്ളൂ. എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ അങ്ങനെ കോണായിട്ട് പറയില്ല. എന്ന് വെച്ചാൽ ഒരു കോമ്പാക്ട് ഫോണാണ്. കോമ്പാക്ട് ഫോൺ നോർമലി ആരും ഗെയിമിനൊന്നും എടുക്കില്ല. പക്ഷേ ഗെയിം കളിക്കാൻ പറ്റില്ല എന്നല്ല, ഗെയിമിന് ആരും എടുക്കാറില്ല നോർമലി കോമ്പാക്ട് ഫോൺ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചെറുതായിട്ടൊരു ഹീറ്റിംഗ് വരും. അതല്ലാണ്ട് തന്നെ പിന്നെ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ചെറുതായിട്ടൊരു വാം ഫീലിംഗ് വരും. അതല്ലാണ്ട് ഭയങ്കര ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല കേട്ടോ. അത് ചാർജ് ചെയ്യുമ്പോഴേക്കോളും ഭയങ്കര ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല, ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല, പിടിക്കാൻ പറ്റാത്ത ഹീറ്റിംഗ് അങ്ങനെ സംഭവമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഐഫോണിനൊക്കെ റീസെൻ്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല. നോർമൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 43-44 ഡിഗ്രി ഒക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, മാക്സിമം സംഭവമൊന്നുമില്ല. പണ്ടത്തെ നമ്മുടെ Xiaomi 14 ഉണ്ടായിരുന്ന നമ്മുടെ ആ ഫോഗ് ഇഷ്യൂ സംഭവമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫ്രെയിം അടക്കം അവർ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ എന്താ പറയുക ഫ്ലാഷ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടുണ്ട്. അപ്പോൾ ഫോഗ് ഇഷ്യൂ സംഭവമൊന്നുമില്ല. ഓവറോൾ ഒരു എന്താ പറയുക 60,000 രൂപയ്ക്ക് കിടിലൻ ഫോൺ. നിങ്ങൾക്ക് Xiaomi എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നെയിം ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷം കണ്ണും പൂട്ടിയെടുക്കാൻ നിങ്ങൾക്ക് 2-3 കൊല്ലത്തേക്ക് സുഖമായിട്ട് ഉപയോഗിച്ച് കൊണ്ടുപോകും. അതുപോലെ തന്നെ അതിൽ സ്പെക്സ് വൈസ് നോക്കി കഴിഞ്ഞാലും 512 GB നമ്മുടെ റോം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്ര സാധനങ്ങൾ നിങ്ങൾക്ക് കൊള്ളിക്കാം. നിങ്ങൾക്ക് ഈ റേഞ്ചിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് Vivo X200 കിട്ടും. പക്ഷേ ഈ സെയിം പ്രൈസിന് നമുക്ക് രണ്ടും കുറച്ച് കൂടുതലേ കിട്ടുള്ളൂ. എനിക്ക് 256 GB കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രൈസിന് ഇത്രയും ഒരു വാല്യൂ തരുന്നൊരു ഫോൺ വേറെ കിട്ടില്ല നിങ്ങൾക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആരെങ്കിലും ഇൻട്രസ്റ്റ് തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷോർട്ട് ഓവർവ്യൂ. അപ്പോൾ 60,000 രൂപയ്ക്ക് കിടിലൻ സാധനം, ഹൈലി റെക്കമെൻഡഡ് ടു ബൈ. അതാണ് നമുക്ക് പറയുന്നത്. ആക്ച്വലി പുതിയത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആമസോണിലാണ് അത് സെല് ചെയ്യുന്നത്. നമുക്ക് 65,000 ആണ് സെല് ചെയ്യുന്നത്. ICICI കാർഡ് ഉണ്ടെങ്കിൽ 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ 65,000 കൊടുക്കേണ്ടി വരും. എന്തായാലും ഞാൻ ബെസ്റ്റ് പ്രൈ ലിങ്ക് താഴെ കൊടുക്കാം. 3 കളറിൽ ഇപ്പോഴും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 1 ഡേ ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ 3ാമത്തെ ചാനൽ ജയിച്ചിട്ട് പോലും മാത്രമേ പോയി കണ്ടുവെക്കുക. നമ്മളതിൽ ഫുള്ളി ടക്കാണ്, ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം.